ഹലോ മീഗോസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. എല്ലാവരുടെയും അനുഗ്രഹിക്കട്ടെ. അപ്പോൾ എന്നോട് കുറേ കൂട്ടുകാർ ചോദിച്ചായിരുന്നു ഹംഗറിയിലോട്ട് ജോബ് വേക്കൻസി ഉണ്ടോയെന്ന്. അതിപ്പോൾ ഹംഗറിയിലോട്ട് ജോബ് വേക്കൻസി വന്നിട്ടുണ്ട്. ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് അത് വന്നിരിക്കുന്നത്. ഇതിൽ കൂടുതൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി എവിടെ പോലും കിട്ടത്തില്ല കേട്ടോ. വീഡിയോ ഡീറ്റെയിൽ ആക്കിയിട്ടിട്ടുണ്ട്. മുഴുവൻ വീഡിയോസ് കണ്ടിട്ട് താല്പര്യമുള്ളവർ മെസ്സേജ് ചെയ്യുകയോ കോൾ ചെയ്യുകയോ ചെയ്യുക. അപ്പോൾ കൂട്ടുകാരെ, എന്നോട് ഒരുപാട് പേര് ചോദിച്ചായിരുന്നു ഹംഗറിയിലോട്ടുള്ള വർക്ക് വിസ വന്നോന്ന്. അത് അവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ഇട്ടിരിക്കുന്നത്. ഹംഗറിയിലോട്ടുള്ള വർക്ക് വിസ വന്നിട്ടുണ്ട്. അതായത് ECR ആൻഡ് ECNR 10th ഫെയിൽ ആയവർക്കും 10th പാസ്സായി മുന്നോട്ട് പഠിച്ചവർക്കും ഈ ജോലിക്ക് പോകാം. കാറ്റഗറി ഏതൊക്കെയാണ് വരുന്നതെന്ന് വെച്ചാൽ ക്ലീനർ, ലോജിസ്റ്റിക്സ്, കൺസ്ട്രക്ഷൻ, ഫാക്ടറി വർക്കേഴ്സ്. ഈ 4 കാറ്റഗറി ജോബാണ് ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഈ 4 വേക്കൻസീസ് ആണ് ഉള്ളത്. ഓക്കെ, ദെൻ മെയിൽ ആൻഡ് ഫീമെയിൽ, സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കയറി പോകാം, നോ പ്രോബ്ലം. ദെൻ ഏജ് വരുന്നത് അപ് ടു 45 ഇയേഴ്സ്. വർക്കിംഗ് ഹവേഴ്സ് 8 hours, 8 മണിക്കൂറാണ് നിങ്ങൾക്ക് ജോലി ചെയ്യേണ്ടത്. 45 വയസ്സിന് മുകളിലോട്ട് പ്രായം അല്ലെങ്കിൽ 45 വയസ്സ് വരെ നമുക്ക് ഈ വർക്ക് വിസയിൽ കയറി പോകാം. ദെൻ സാറ്റർഡേ സൺഡേ ഓഫാണ്, അവധിയാണ് ശനി ഞായറാഴ്ച. 1 year പ്ലസ് റിന്യൂവബിൾ. നമുക്ക് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്ന വർക്ക് വിസ നമുക്ക് 1 year ഉള്ളൂ. ഡോണ്ട് വറി, നമുക്ക് കമ്പനി തന്നെ മുന്നോട്ട് അവിടെ നിൽക്കാൻ താല്പര്യമുള്ളവർക്ക് റിന്യൂ ചെയ്തു തരും. ദെൻ 4 to 5 months വരെ നമുക്ക് ഹംഗറിയിലോട്ട് പോകാനായിട്ടുള്ള പ്രോസസ്സിങ് ടൈം എടുക്കും. ദെൻ നമുക്ക് കൊടുക്കേണ്ട ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ CV, പാസ്പോർട്ട് ഫ്രണ്ട് ആൻഡ് ബാക്ക്, ദെൻ പാൻ കാർഡ് കോപ്പി, ആധാർ കാർഡ് കോപ്പി, പാസ്പോർട്ട് സൈസ് ഫോട്ടോ, വൈറ്റ് ബാക്ക്ഗ്രൗണ്ട്, റിസോൾവേഷൻ 70. അതായത് നമ്മുടെ ഫോട്ടോ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് വേണം, അത്രേ ഉള്ളൂ. നമ്മുടെ ഒരു ഫോട്ടോ, പാസ്പോർട്ട് സൈസ് ഫോട്ടോ, ബാക്കിൽ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് വേണം. ദെൻ നമ്മുടെ ഒരു ഫുൾ സൈസ് പിക്ചർ, മുഴുവൻ നമ്മൾ നിൽക്കുന്ന ഒരു ഫുൾ സൈസ് പിക്ചർ. ഇതാണ് നമുക്ക് വരുന്ന ഹംഗറിയിലെ ഡീറ്റെയിൽ. പിന്നെ സാലറി വരുന്നത് 800 to 850 euro. നമ്മൾ ഈ സാലറി വരുന്ന എല്ലാ ടാക്സും കാര്യം എല്ലാം കട്ട് ചെയ്തിട്ടുള്ളതാണ്. ടാക്സും കാര്യം ഒന്നും കട്ട് ചെയ്യാതെ 1000 സംതിങ് വരുന്നുണ്ട്. പക്ഷെ അതിനെ കട്ട് ചെയ്തിട്ട് 800 to 850 ആണ് സാലറി വരുന്നത്. പിന്നെ എനിക്ക് ഒരുപാട് എഞ്ചിനീയർമാർ, മാനേജർ, CEO അങ്ങനെ കുറേ പേര് എനിക്ക് മെസ്സേജ് ചെയ്തായിരുന്നു വാട്സപ്പിൽ. ഒറ്റയടിക്ക് അങ്ങനെ ലക്സംബർഗിലോട്ട് പോകാൻ പറ്റുന്ന വേക്കൻസി ഉണ്ടോ എന്ന്. മേ ബി അത് കാണുമായിരിക്കും, കാണാൻ സാധ്യത ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് ആ ലാംഗ്വേജ് ഉണ്ട്, അതിനുള്ള ഒരു കേപ്പബിലിറ്റി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കയറി പോകാം. പക്ഷേങ്കിൽ ഞാൻ നോക്കിയിട്ട് നമ്മൾ അൺസ്കിൽഡ് ആയിട്ട് കയറി പോയിട്ട് 1 year എവിടെയെങ്കിലും ജോലി ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു സറൗണ്ടിങ്സ് എല്ലാം ഒന്ന് മനസ്സിലാവും. നമുക്ക് ലക്സംബർഗ് എന്താണ്, അവിടുത്തെ ആൾക്കാരുടെ കൾച്ചർ മനസ്സിലാവും, ലാംഗ്വേജ് മനസ്സിലാവും. പിന്നെ എന്താണ് അവർക്ക് ഇഷ്ടമുള്ളത്, ഇഷ്ടമില്ലാത്തത് എന്തൊക്കെയാണ്, എന്തൊക്കെ ചെയ്യണം ചെയ്യരുതാത്ത എല്ലാ കാര്യം നമ്മളൊരു 1 year നമുക്കത് ഒബ്സർവ് ചെയ്ത് പഠിക്കാൻ പറ്റും. അല്ല നമ്മളിപ്പോൾ ഡയറക്റ്റ് ചെന്ന് കഴിഞ്ഞാൽ ഫുള്ള് കൺഫ്യൂസ്ഡ് ആയിപ്പോകും. അപ്പോൾ അൺസ്കിൽഡ് ആയിട്ടൊന്ന് കയറി പോയിട്ട് ഒന്ന് സെറ്റിൽ ആയിട്ട് അവിടെ നിന്നുകൊണ്ട് അടുത്തടുത്തേലും കമ്പനിയിൽ എന്തെങ്കിലുമൊക്കെ CV കൊടുത്താൽ നിങ്ങൾക്ക് ഭാഷയെ പറയാം. നിങ്ങൾ അവിടെ ഉള്ള വ്യക്തികളുമാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ എഞ്ചിനീയർ ആയിക്കോട്ടെ, CEO ആയിക്കോട്ടെ, ഏത് പോസ്റ്റ് നിന്നാലും നിങ്ങൾക്ക് ജോലി ഉറപ്പായിട്ടും കിട്ടും. അപ്പോൾ നമ്മൾ എപ്പോഴും കയറി പോകുമ്പോൾ ഒരു 1 year അല്ലെങ്കിൽ ഒരു 2 year അൺസ്കിൽഡ് ആയിട്ട് കയറി പോയിട്ട് എല്ലാം കണ്ടൊക്കെ ഒന്ന് പഠിച്ചിട്ട് നമുക്ക് അവിടുന്ന് അടുത്ത നമ്മുടെ പ്രൊഫഷൻ അനുസരിച്ചുള്ള ജോലിയിലോട്ട് മാറാം. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവൻ കാണുക. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.